ഏതെങ്കിലും ഒരു രോഗം, അതിനെപ്പറ്റി എങ്ങനെ എഴുതണമെന്നാണ് നോക്കുക. നമുക്ക് ആദ്യം എളുപ്പമുള്ളത് തുടങ്ങാം. ക്രിയാറ്റിനാണ് എളുപ്പമുള്ളത്, സാറിനുള്ളത് കൊണ്ടാണ് സാർ എല്ലാം കവർ ചെയ്യാം. ഇന്ന് നമുക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ, ബി പി കൂടി നിൽക്കുന്നു. അപ്പം ബി പി ഒരു പേഷ്യൻ്റ് വന്നു, പ്രഷറുണ്ട്. ആദ്യം എന്ത് ചെയ്യും? പേരെഴുതണം, വയസ്സെഴുതണം, തീയതി എഴുതണം. അതിൽ രോഗവിവരങ്ങളിൽ പ്രഷർ, ഗുളിക കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി നമ്മൾ ആ ബി പി ഡയഗ്നൈസ് ചെയ്യണം. അപ്പം ആധുനിക ചികിത്സയിൽ ഇതേത് ബ്ലഡ് പ്രഷറാണെന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഗുളിക എല്ലാത്തിനും ഒരേ ഗുളികയാണ്. അതായത് രക്തക്കുഴലുകളെ ഡയലേറ്റ് ചെയ്യിക്കുക, വലുതാക്കി കൊടുക്കുക. പ്രഷർ ഏതാണെന്നൊന്നും അവർക്ക് ഡയഗ്നൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത് കാരണം അവരങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ഏത് പ്രഷറാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. കാരണം എന്താ? ഇതിൻ്റെ കാരണത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്. പ്രഷറിൻ്റെ കാരണത്തെ മാറ്റി പ്രഷർ മാറ്റാനാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഇത് ഏത് തരത്തിൽ എന്തുകൊണ്ട് പ്രഷർ വന്നു എന്നുള്ളത് നമ്മൾ അറിയണം. പ്രഷർ രണ്ട് വിധത്തിൽ പ്രഷർ ഉണ്ടാകും. ഒന്ന് ഹൈ പ്രഷറും, രണ്ട് ലോ പ്രഷറും. രണ്ടിൻ്റെയും കാരണം നമ്മൾ പ്രഷർ എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ വരും. ലോ പ്രഷറുള്ളവർ വരും, ഹൈ പ്രഷറുള്ളവരും വരും. അപ്പോൾ ഈ പ്രഷർ ഉണ്ടാകാൻ കാരണം ഒന്നാമത്തെ ഒരു തരത്തിലുള്ള പ്രഷറുണ്ട്, കൊളസ്ട്രോൾ പ്രഷർ. കൊളസ്ട്രോൾ കൂടിയാൽ, അതായത് 200-ന് മേൽ പോയിട്ടുണ്ടെങ്കിൽ, ടോട്ടൽ കൊളസ്ട്രോള് 200-ന് മേലാണെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാകും. ആ പ്രഷറിൻ്റെ പേരാണ് കൊളസ്ട്രോൾ പ്രഷർ. കൊളസ്ട്രോൾ കൂടിയാൽ ഉണ്ടാകുന്ന പ്രഷർ, കൊളസ്ട്രോൾ പ്രഷർ. അങ്ങനെ എഴുതിയാൽ മതി, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് പരിഹാരം എന്താ? കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള നടപടി എടുക്കണം. അത് നമുക്ക് പിന്നെ നോക്കാം. രണ്ടാമത്തത് റീനൽ പ്രഷർ എന്ന് പറഞ്ഞ ഒരു പ്രഷറുണ്ട്. റീനൽ, RENAL, റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രഷറാണ്. കിഡ്നിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം? യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകാം, സിസ്റ്റ് ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ട് കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രഷറാണ് റീനൽ പ്രഷർ. അപ്പോൾ നമ്മൾ വന്ന ഉടനെ രോഗിയുടെ എന്താ ചോദിക്കും? കൊളസ്ട്രോൾ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. കൊളസ്ട്രോൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. രണ്ടാമത്തെ കാര്യം ചോദിക്കണം, യൂറിനറി ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ, മൂത്രം ഒഴിക്കുമ്പോൾ അതുണ്ടോ, വെള്ളം കൂടി കുറവാണോ ഇല്ലെന്നൊക്കെ ചോദിക്കണം. കാരണം യൂറിനറി ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാകും. ഈ പ്രഷറാണ് സൂക്ഷിക്കേണ്ട പ്രഷർ. വളരെ കെയർഫുൾ ആയിരിക്കേണ്ട പ്രഷർ എന്ന് പറയുന്നത് റീനൽ പ്രഷറാണ്. കാരണം ഇത് ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ചിലപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പ്രഷർ കാണില്ല, വീട്ടിലെത്തുമ്പോൾ പ്രഷർ ഉണ്ടായെന്നും വരും. ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും പ്രഷർ ഷൂട്ടപ്പ് ചെയ്യുക. ഇതാണ് സ്ട്രോക്ക് ഉണ്ടാക്കുന്ന പ്രഷർ. അതായത് കിഡ്നി നല്ലൊരു ശതമാനം സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് ഇതാണ്. കൊളസ്ട്രോൾ കൂടിയാൽ പ്രഷർ കൂടും, വീണ്ടും കൊളസ്ട്രോൾ കൂടിയാൽ പ്രഷർ കൂടും. അത് താങ്ങും, ചെറുതായിട്ട് കൂടി വരിക. ഒരു നിശ്ചിത പരിധി വരെ ആ പ്രഷറിനെ ബ്രെയിൻ താങ്ങും. ഇത് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു തന്നാലോ ബ്രെയിൻ ബ്ലീഡ് ചെയ്യും, സ്ട്രോക്ക് വരും. ഒരു വശം തളർന്നു പോകും, കണ്ണ് കാണാൻ പാടില്ല, എല്ലാം വരും. അപ്പോൾ ഇത് സൂക്ഷിക്കേണ്ട പ്രഷറാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ഏത് പ്രഷറുകാരൻ വന്നാലും ഇത് ചോദിക്കണം, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. ഇതൊന്നും മറ്റുള്ള ശാസ്ത്രത്തിന് പ്രശ്നമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിഞ്ഞേ പറ്റൂ. മറ്റൊന്ന് കാർഡിയാക് പ്രഷർ എന്ന് പറയുന്നത്. കാർഡിയാക് പ്രഷർ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രഷറാണ്.
ഇത് ഹാർട്ടിൻ്റെ വാൽവിന് കുഴപ്പമുണ്ടെങ്കിൽ വരും. അത് കുഞ്ഞിലേ തുടങ്ങണതായിരിക്കും, അറിയാതെ കൊണ്ട് നടക്കും. ഹാർട്ടിൻ്റെ വാൽവിന് പ്രശ്നം ഉണ്ടാകാം, ഹാർട്ടിൻ്റെ മസിൽ സ്റ്റിഫായാലുണ്ടാകാം, ഹാർട്ടിൻ്റെ മസിലുകൾ കട്ടി കൂടുക സ്റ്റിഫാകുക. കാൽസിഫിക്കേഷനും വരും, അല്ലാതെ തന്നെ സ്റ്റിഫാകും. അസിഡിറ്റി കൂടിയാൽ മസിലുകളെല്ലാം സ്റ്റിഫാകും. കാരണം ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഫാകും. നാലാമത്തെ പ്രഷർ സൈക്കോളജിക്കൽ സൈക്കോ പ്രഷർ. ഇതിൽ ഈ 4 എണ്ണമായിട്ട് നമ്മളങ്ങോട്ട് ക്ലാസ് ചെയ്തിരിക്കുകയാണ്. ഇത് ആരും ആരോഗ്യശാസ്ത്രത്തിൽ ചെയ്തിട്ടില്ല. നമ്മളിത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണ്ട നടപടികൾ എടുക്കണം. ഇതിൽ കൊളസ്ട്രോൾ ഇല്ല, അപ്പോൾ കൊളസ്ട്രോൾ പ്രഷർ അല്ല. പിന്നെ കിഡ്നി സംബന്ധമായ ഒരു പ്രശ്നവും ഇല്ല, അപ്പോൾ അതുമല്ല. ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല, അതുമല്ല. പിന്നെ എന്തായിരിക്കാം? സൈക്കോ ആണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരെടുക്കുക ഇതൊന്നുമല്ല. ഉടനെ ചോദിക്കണേ എന്താ, വീട്ടിലെന്താ പ്രശ്നം എന്നാ ചോദിക്കുക. 100% ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ പ്രശ്നങ്ങളുള്ളവരാണ് എല്ലാവരും. സൈക്കോളജിക്കൽ അതിന് മരുന്ന് കൊടുക്കാൻ പറ്റുമോ? അതിനാണ് നമ്മൾ ധ്യാനമൊക്കെ തരുന്നത്. ധ്യാനവും സന്നിധാന ധ്യാനവും എക്സർസൈസും ശങ്കുലിയൊക്കെ തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത് ഡയഗ്നൈസ് ചെയ്യണം. എങ്ങനെ ഡയഗ്നൈസ് ചെയ്യും? കൊളസ്ട്രോളിൻ്റെ ഈസി ആയിട്ട് നമുക്ക് ലാബിൽ കൊടുത്തിട്ട് കൊളസ്ട്രോൾ ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക് പിടികിട്ടും. അതാണ് പോയി നോക്കി കൊണ്ടുവരാൻ പറഞ്ഞ. കൊളസ്ട്രോൾ 2 വിധത്തിലുണ്ടാവും. 2 വിധത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകും. ഒന്ന്, ഇറച്ചി, മുട്ട, എണ്ണയിൽ വറുത്തത് കൂടുതൽ കഴിച്ചാലുണ്ടാകുന്ന കൊളസ്ട്രോൾ. അതിനെന്താ സൊല്യൂഷൻ? അത് കഴിക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ അതിന് വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ഇനി ഈ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് എല്ലാ യൂട്യൂബിൽ പറയണത് കഴിച്ച് പുളിയൊക്കെ അടിച്ച് കഴിച്ചാൽ കിഡ്നി പോയി കിട്ടും. മനസ്സിലായില്ലേ? കിഡ്നി പോയി കിട്ടും. അതിനത് കഴിക്കാതിരിക്കാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇവർ എളുപ്പവഴി നോക്കും. ഇരുമ്പം പുളി കഴിക്കാൻ പറയും. ഇരുമ്പം പുളി കഴിച്ച് കിഡ്നി കളഞ്ഞാണ്ട് വന്നവരുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് ഇരുമ്പം പുളി ജ്യൂസ് അടിച്ച് കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് അതിൻ്റെ കാരണം നിങ്ങൾ കഴിക്കുന്ന ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ വറുത്തത് ഒക്കെ ഒന്ന് കുറച്ച് നിർത്താൻ പറയുക. അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലോ പോയി കഴിച്ചോളാൻ പറഞ്ഞേക്ക്. അതെ, എനിക്കതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പോയി കഴിച്ച് അനുഭവിച്ച് തീരാനേ പറ്റൂ. അതിൻ്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. ചെയ്യേണ്ടത് ആരാണ്? പേഷ്യൻ്റ് തന്നെ ചെയ്യണം. അതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും നമുക്കെടുക്കാൻ പറ്റില്ല. മറ്റൊന്ന്, ബ്ലഡ് അസിഡിക്കായാൽ, അസിഡിറ്റി ഉള്ള അയാളെ ഇറച്ചി കഴിക്കണില്ല, മീൻ കഴിക്കണില്ല, മുട്ട കഴിക്കണില്ല, കൊളസ്ട്രോൾ കൂടുതലാണ്. കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടുള്ള പ്രഷറുമാണ്. അപ്പോൾ എന്നെങ്ങനെ പ്രഷർ കുറക്കും? അസിഡിറ്റി കുറക്കാനുള്ള നടപടികൾ എടുക്കണം. അതാണ് കടന്നിരിക്കുന്ന കടലാസ്. അസിഡിറ്റി കുറക്കാൻ കുക്കുംബർ ജ്യൂസ്, പിന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഫുഡ് കുറക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊളസ്ട്രോൾ കുറയും. കൊളസ്ട്രോൾ കുറയുമ്പോൾ പ്രഷർ കുറയും. അല്ലെ, പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കേണ്ടതില്ല. എന്നാൽ താൽക്കാലികമായി ഒരു ശമനം അവർക്കും കൊടുക്കണം. അതിന് നമ്മുടെ കുടിവെള്ളം ഇല്ലേ, കുടിവെള്ളം ഏതാ കുടിവെള്ളം? ഊരശല. അതിൻ്റെ കൂട്ടത്തിൽ 10 ഗ്രാം തഴുതാമ വേര് കൂടി ഇട്ടാണ്. ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നതിന് പകരം ഒരു 10 ഗ്രാം തഴുതാമ വേരും കൂടി ഇടുക. ഇട്ടാൽ വേര്. ഇനി ഇലയും വേരും ഒക്കെ കൂടി കിട്ടുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടാ. 10 ഗ്രാം തഴുതാമ വേര്. അതിനെന്ത് ചെയ്യണം? ആ കുടിവെള്ളം അതിൻ്റെ നേരെ പ്ലസ് ഇട്ടിട്ട് 10 ഗ്രാം തഴുതാമ വേര് എന്നുകൂടി എഴുതിയാൽ മതി. ഊരസിൻ്റെ വെള്ളത്തിൽ തന്നെ 10 ഗ്രാം തഴുതാമ വേരെന്ന് പ്ലസ് ഇട്ടിട്ട് എഴുതാം. ഓക്കെ.
ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രഷർ മാനേജ് ചെയ്യാൻ പഠിച്ചില്ലേ? കൊളസ്ട്രോൾ പ്രഷർ മാനേജ് ചെയ്യാൻ പഠിച്ചു. അടുത്തത് റീനൽ പ്രഷറാണ്, കിഡ്നി സംബന്ധമായ പ്രഷറാണ്. കിഡ്നി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, ചിലപ്പോൾ സ്റ്റോൺ കാണും, എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള ഒരു കാര്യം കാണും. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുക്കുംബർ ജ്യൂസ് അതേമാതിരി കൊടുക്കുക, പ്ലസ് ഒരു ഗ്ലാസ് കൂടി അഡീഷണൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കൂടി അഡീഷണൽ കൊടുക്കുക, അഡീഷണൽ കുക്കുംബർ കൊടുക്കുക. അതെങ്ങനെ എഴുതും നിങ്ങൾ? അത് മനസ്സിലാക്കുന്ന ഭാഷയിൽ എഴുതിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകണ പോലെ എഴുതണം. സ്റ്റോൺ പേഷ്യൻസ് കുക്കുംബർ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ, പിന്നെ ഒരു 11 മണിക്ക് ഒരെണ്ണം കൂടി കൊടുത്തേക്ക്, വൈകുന്നേരം 6 മണിക്ക് രാത്രി കിടക്കുമ്പോൾ കുക്കുംബർ. കാരണം എന്ത് സ്റ്റോൺ ഉണ്ടെങ്കിലും അലിഞ്ഞു പോകും. ഇനി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ? അല്ല, സ്റ്റോണിൻ്റെ തന്നെ തീർക്ക്. കുടിവെള്ളത്തിൽ കുക്കുംബറിനകത്താണ് നമ്മൾ കുക്കുംബറിന് ഒരു ഗ്ലാസ് കൂട്ടി. ഇനി ഇത് കൂടാതെ കുടിവെള്ളത്തിൽ ഇലമുളച്ചി 2 ഇലയും കൂടി ഇടണം. ഇലമുളച്ചി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, ഇലമുളച്ചി. അങ്ങനെയുണ്ട് സ്റ്റോൺ വേഗം പോകാനുള്ള സഹായമായി. മറ്റത് അലിഞ്ഞു തീരാനാണ്. അലിഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ഇത് പുറത്ത് പോകാനായിട്ട് സഹായിക്കുന്നതാണ് ഇലമുളച്ചി. അപ്പോൾ സ്റ്റോണിൻ്റെത് കൊണ്ടുണ്ടാകുന്നത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ? കുടിവെള്ളത്തിലിടുക. കുടിവെള്ളത്തിലേക്ക് നമ്മൾ പൂവരശിൻ്റെ ഇല ഇടുന്ന കൂട്ടത്തിൽ 2 ഇലമുളച്ചിയും കൂടി ഇട്ടേക്കുക. കല്ലുരുക്കല്ല, കല്ലുരുക്ക് വേറെയാണ്. കല്ലുരുക്കി എന്ന് പറയുന്ന സാധനം യൂറിനറി ബ്ലാഡറിലുള്ള സ്റ്റോണിനെ മാത്രമേ കളയുള്ളൂ. കിഡ്നിയോ ഗാൾ ബ്ലാഡറോ യൂറിനറി ബ്ലാഡറിലോ മാത്രം, മറ്റൊന്നും കളയില്ല. നമ്മൾ അത് നോക്കണ്ട. ഇത് ഏത് സ്റ്റോണും പോകാനാണ്. കിഡ്നി സ്റ്റോൺ ആകാം, യൂറിനറി ബ്ലാഡറിലാകാം, ഗാൾ ബ്ലാഡറിലാകാം, എവിടെ ആയാലും നമ്മളിത് ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോൺ കളയാം. ഇനി യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രഷർ വരും. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതായത് കുക്കുംബറിനകത്ത് ചെറുള ഇല, സ്റ്റോണില്ല, അപ്പോൾ 3 നേരം വേണമെന്നില്ല. ചെറുള ഇല ഒരു 20 എണ്ണം അരച്ച് ചേർത്ത് 2 നേരം. യൂറിനറി ഇൻഫെക്ഷൻ മാറാൻ കുക്കുംബറിനകത്ത് ചെറുള ഇല അരച്ച് ചേർക്കണം. രണ്ടാമതൊരു കാര്യം കൂടി ചെയ്യണം, റാഡിഷ് പച്ചടി വെച്ച് കഴിക്കണം. 1 കപ്പ് റാഡിഷ് പച്ചടിയോ, ഒരു കൂട്ടർ പച്ചടി വെച്ച് കഴിക്കാൻ പറഞ്ഞ് കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ട് അത് ചമ്മന്തിയാക്കി കഴിച്ചു മതി. ചമ്മന്തിയാക്കി കഴിക്കുക. അപ്പം അതിനെ നമുക്ക് മാനേജ് ചെയ്യാം. അതായത് യൂറിനറി ഇൻഫെക്ഷനും മാനേജ് ചെയ്തു, സ്റ്റോണും മാനേജ് ചെയ്തു. സിസ്റ്റിനെ പറ്റി പറയേണ്ട ഒരു കാര്യം, അതിന് നമുക്ക് വേറെ സാധനമൊന്നുമില്ല. അതൊരു അൺനാച്ചുറൽ ഗ്രോത്താണ്. അൺനാച്ചുറൽ ഗ്രോത്ത് മാറണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ അന്നത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മാറും, ചെയ്യാൻ പറ്റണം. അതായത് വിധിച്ച ഭക്ഷണം മാത്രം കഴിച്ചിട്ടിരുന്നാൽ ഏത് അൺനാച്ചുറൽ ഗ്രോത്തും മാറും. സിസ്റ്റ്, ട്യൂമർ എല്ലാം ഒരു അൺനാച്ചുറൽ ഗ്രോത്താണ്. അൺനാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകാൻ കാരണം അൺനാച്ചുറൽ അന്നമാണ്. ഭക്ഷണം കഴിക്കുന്നത് അത് മാറി ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറയുക, ഇത് ക്യാൻസറിലേക്ക് ഇനി പോവില്ല. സിസ്റ്റ് അവിടെ കിടന്നോട്ടെ, ചിലപ്പോൾ താനേ പോകും എന്ന് പറഞ്ഞോളുക. സിസ്റ്റ് താനേ പോയിക്കോളൂ, താനേ വരികയും താനേ പോവുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനെപ്പറ്റി പേടിക്കേണ്ട, നിങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കാരണം ആൽക്കലൈൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ വരില്ല. ബോഡി ആൽക്കലൈൻ ആക്കുന്നുണ്ട് നമ്മൾ, അപ്പോൾ ക്യാൻസറിലേക്ക് പോവില്ല. അതിനൊരു ധൈര്യം കൊടുക്കണം, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണം, ക്യാൻസറിലേക്ക് ഇനി പോവില്ല എന്നുള്ളത്. സിസ്റ്റ് അപ്പോൾ സിസ്റ്റിൻ്റെ മാറില്ലേ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രഷർ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇത് 3ഉം അതിനകത്ത് ശ്രദ്ധിച്ചോണം. റിമൂവ് ചെയ്യാൻ പറയാം.
നോക്കി, ഇമ്പ്രൂവ് ഇല്ല, റിമൂവ് ചെയ്തോളാം. മാക്സിമം 6 മാസം. ഒരു 3 മാസം കൊണ്ട് യാതൊരുവിധ ഡെവലപ്മെൻറ്റും കാണുന്നില്ല, പ്രയോജനം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്തോളാം. അങ്ങനെ ഒന്നോട്ടെ, ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട. കൂടണമില്ല കുറയണമില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് താനേ പോകും. അപ്പോൾ കൂടണമില്ല കുറയണമില്ല, അവരെന്ത് ചെയ്താൽ മതി? ഒരു നേരമെങ്കിലും വിധിച്ചാലിനാക്കിച്ചാൽ മതി. അപ്പം അത് വീണ്ടും കുറഞ്ഞു വരും. ഇനി കാർഡിയാക്ക് പ്രഷറാണ്. കാർഡിയാക്ക് അസിഡിറ്റി കൊണ്ട് വരുന്ന സാധനമാണ്. അസിഡിറ്റി മാറ്റാനുള്ള നടപടികൾ എടുക്കണം. അത് കാർഡിയാക്ക് പ്രഷർ മാറും. കൂട്ടത്തിൽ കാൽസ്യവും മെഗ്നീഷ്യവും കൂടി കൊടുക്കണം. കൽക്കേരിയ ഫോസ് 6Xും മെഗ്നീഷ്യം ഫോസ് 6Xും രണ്ടും ജർമ്മൻ. അതെല്ലാവർക്കും ഇപ്പം അറിയാൻ തോന്നുന്നു അല്ലേ? അത് അപ്പോൾ കുക്കുംബറും കൊടുത്ത് കാൽസ്യവും കൊടുത്ത് വരുമ്പോഴത്തേക്ക് അസിഡിറ്റി കുറയുമ്പോൾ അത് താനെ ഹാർട്ടിൻ്റെ സ്റ്റിഫ്നെസ് മാറിക്കിട്ടും. വാൽവ് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചുരുങ്ങൽ നിൽക്കും. പതുക്കെ 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 അതിലൂടെ എക്സർസൈസ് ചെയ്ത് വരുമ്പോൾ രക്തം ഓടി വരുമ്പോൾ അത് പിക്കപ്പ് ചെയ്ത് വരും. ഇതെങ്ങനെ അറിയാം? കാർഡിയാക്കാണോ ഇല്ലെന്ന്. സ്റ്റെപ്പ് കയറുമ്പോൾ നിൽക്കേണ്ടി വരുന്നുണ്ടോ എന്ന് ചോദിക്കാം. നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അതൊരു കാർഡിയാക്ക് സംബന്ധമായ പ്രശ്നമാണെന്ന് മനസ്സിലായിക്കൊള്ളണം. നടക്കുമ്പം ചിലപ്പോൾ നിൽക്കേണ്ടി വരും, കഥക്കി. സ്റ്റെപ്പ് കയറുമ്പോൾ നിൽക്കേണ്ടി വരും. കഥപ്പ് വരുന്നുണ്ടോ നോക്കിക്കോണം. ഹാർട്ട് പിന്നെ രക്തധമനികളിൽ ചിലപ്പോൾ ചുരുങ്ങനുണ്ടാവും, വാൽവുകളിൽ ചുരുങ്ങനുണ്ടാവും, ഇത് സ്റ്റിഫ്നെസ് ഉണ്ടാകും. പക്ഷേ എക്സർസൈസ് ചെയ്തത് മാറ്റിക്കോളും. കുക്കുംബറൊക്കെ കഴിച്ചിട്ട് എക്സർസൈസ് ചെയ്ത് രക്തം എല്ലായിടത്തും പമ്പ് ചെയ്ത് എത്തണം. അതങ്ങ് മാറും. പാൽപിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. പാൽപിറ്റേഷൻ വ്യത്യാസം വരുന്നതാണ്. ഇതാണ് കാര്യം. കുക്കുംബർ കഴിച്ചോണം, കുക്കുംബർ കഴിക്കാണ്ടിരിക്കരുത്. ഇതിനെല്ലാം കൂടി ഒരു പ്രതിരോധം പറഞ്ഞു തരും. എല്ലാത്തിനും കൂടി ഒരു പ്രതിരോധം. അതായത് നമ്മളിപ്പോൾ അതിൻ്റെ റീസണാണ് മാറ്റുന്നത്. റീസൺ. ഇനി സൈക്കോ ആണെങ്കിലോ, വാൽവിന് ലീക്ക് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അതിപ്പോൾ പിന്നെ വെൽഡ് ചെയ്ത് അടയ്ക്കുന്നുണ്ട്. ആ ഒരു മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ആശ്രയിച്ചോണം. സർജറി വേണ്ടെന്ന് പറയുന്നു ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്തോളുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്തോളുക കേട്ടാ. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഡാമേജ് വന്നു. ആ ഡാമേജ് വന്നത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ റിപ്പയർ ചെയ്യണം, ദ്വാരാണ് അടയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് വേവിക്കാത്ത ഭക്ഷണം പരമാവധി കഴിക്കുക എന്നുള്ളത്. കാരണം വേവിക്കാത്ത ഭക്ഷണം, ഏത് ഡിസീസാണ് നമ്മൾ നോക്കേണ്ടതേ ഇല്ല. വേവിക്കാത്ത ഭക്ഷണം എന്താ കാര്യം? കോശങ്ങൾക്കുള്ളിൽ കടന്ന് DNA സ്വാധീനിക്കാൻ വേവിക്കാത്ത ഭക്ഷണത്തിനെ പറ്റൂ, വേവിച്ച ഭക്ഷണത്തിന് പറ്റില്ല. കാരണം വേവിക്കാത്ത ഭക്ഷണത്തിന് ജീവനുണ്ട്. ആ ജീവന് ഒരു സന്ദേശം കൈമാറാൻ പറ്റും. ചത്തതിനത് കൈമാറാൻ പറ്റില്ല. ബോഡി ബിൽഡിങ്ങിന് അത് ഉപകരിക്കും. സന്ദേശങ്ങൾ കൈമാറാൻ ആ ഭക്ഷണത്തിന് പറ്റില്ല. ശരീരത്തിൻ്റെ തൂക്കം, വണ്ണം എല്ലാം നിലനിർത്തി കൊണ്ടുപോകും. പക്ഷേ എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ DNA മെസ്സേജ് കൊടുക്കണം. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നുള്ള മെസ്സേജ് കൊടുക്കണം. അതിന് വേവിച്ച ഭക്ഷണത്തിന് പറ്റില്ല, വേവിക്കാത്ത ഭക്ഷണത്തിന്. ഇനി ഇത് മൂന്നുമില്ല, വേറെ എന്താ? അതിനെന്താ കൊടുക്കുക? അതിനും കുടിവെള്ളത്തിൽ 10 ഗ്രാം തഴുതാമ്പ് വരിട്ടുള്ളണം. ധ്യാനം, സന്നിധാന ധ്യാനം കൊടുക്കണം. സന്നിധാന ധ്യാനം കൊടുക്കണം. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. സന്നിധാന ധ്യാനം. സന്നിധാനം എവിടെയാണ്? നെറ്റിയാണ്.
സന്നിധാന ധ്യാനം ചെയ്യില്ലേ എല്ലാവരും ഹോംവർക്ക് ചെയ്യുന്നത്? ഭയങ്കര എഫക്റ്റ് കിട്ടും, ഭയങ്കര എഫക്റ്റ് കിട്ടും. കാരണം നമ്മളുടെ ശരീരത്തിനുള്ളിൽ നമ്മളുടെ ബുദ്ധി കേന്ദ്രമാണത്. ആ ബുദ്ധി കേന്ദ്രത്തിലേക്ക് മനസ്സ് ചെല്ലലാണ്. ആ മനസ്സ് ചെല്ലുമ്പോൾ ബുദ്ധിയും മനസ്സും കൂടി യോജിക്കും, ലയിക്കും. ബുദ്ധിയിലെല്ലാം അറിവും ഇരിപ്പുണ്ട്. നമുക്കൊരു പാകപ്പഴയും വരില്ല. ഇത് ചെയ്യാതെ ബാക്കിയുള്ള ധ്യാനങ്ങൾ മുഴുവൻ ചെയ്തേച്ചും ഞാൻ ധ്യാനിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? ബുദ്ധിയിലുള്ള അറിവ് മനസ്സിലേക്ക് പകർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് എങ്ങനെ ചെല്ലണം? മനസ്സ് അങ്ങോട്ട് ചെല്ലുകയാണ്. എങ്ങനെ ചെല്ലണം? തഴുതാമ കഴിഞ്ഞു. അല്ലല്ല, തഴുതാമ വേര് കുടിവെള്ളത്തിലാണ്. കുക്കുംബറിനകത്ത് ചേർക്കേണ്ടത് ചെറുളയല്ല, ഇട്ട് തിളപ്പിക്കേണ്ടതാണ് തഴുതാമ വേര്. അത് കുടിവെള്ളത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ പൂരശിൻ്റെ ഇലയുടെ കൂട്ടത്തിൽ 10 ഗ്രാം തഴുതാമ വേരും കൂടി ഇട്ടുകൊള്ളണം. അപ്പൊ സന്നിധാന ധ്യാനത്തിലേക്ക് മനസ്സ് എങ്ങനെ ചെല്ലണം? ആദരവോടെ, ആരാധനയോടെ ചെല്ലണം. മനസ്സിലായി? ബഹുമാനപൂർവ്വം ചെല്ലണം. അങ്ങോട്ട് അഹങ്കാരമായിട്ട് അങ്ങോട്ട് ചെന്നാലോ? മനസ്സിൻ്റെ അഹങ്കാരമാണ്. ഞാൻ മനസ്സിൽ ബുദ്ധിയിലിരിക്കണം മുഴുവൻ ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാലോ? അതാണ് നമ്മളുടെ ഈശ്വരാംശം. അതാണ് നമ്മളുടെ ഈശ്വരാംശം. ഈശ്വരൻ്റെ അടുക്കലോട്ട് ചെല്ലണത് അഹങ്കാരമായിട്ടാണ് ചെല്ലേണ്ടത്. ആദരവോടെ, ആരാധനയോടുകൂടി അതിനെ സമീപിച്ചാൽ ബുദ്ധിയിലുള്ളത് മുഴുവൻ നമുക്ക് ചോർന്ന് കിട്ടും. നിങ്ങൾ ഒരു മനുഷ്യൻ്റെങ്കിലും ആരുടെങ്കിലും പോകണ്ട, ഒന്നും പോയി പഠിക്കണ്ട, ആരുടെയും കാര്യങ്ങളിൽ പോയി ആരുമായിട്ടും കൂടിയാലോചന വേണ്ട. കൂടിയാലോചന വേണം ആരുമായിട്ട്? സ്വന്തം മനസ്സും സ്വന്തം ബുദ്ധിയും കൂടി കൂടിയാലോചന നടത്തിയാൽ മതി. ഈ ഭൂമിയിലെ സകല പ്രശ്നവും തീരും. കാരണം ആ ബുദ്ധിയുടെ വികാരം എന്ന് പറയുന്നത് സ്നേഹവും കരുണയുമാണ്. സ്നേഹവും കരുണയും കൂടി നമുക്ക് കിട്ടും. ഈശ്വരൻ്റെ അനുഗ്രഹമാണ് നമ്മൾ കിട്ടണം. അപ്പം സന്നിധാന ധ്യാനം പഠിച്ചേ. സന്നിധാന ധ്യാനം ആ ഇടം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ സെൻ്ററാണ്, ഇല്ലേ? ഗ്രാവിറ്റേഷണൽ സെൻ്ററാണ്. അങ്ങനെയാണെങ്കിൽ സൗരയൂഥത്തിന് ഒരു ഗ്രാവിറ്റേഷണൽ സെൻ്റർ ഉണ്ട്, ഇല്ലേ? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സൗരയൂഥത്തിന്റെ സന്നിധാനം ഏതാ? സൂര്യനല്ലേ? സൂര്യനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്നിധാനോ ഒരു സൂര്യനല്ലേ? ഒരു സൂര്യനായി ഇമാജിൻ ചെയ്യാം. മനസ്സിലായി? നമ്മുടെ സന്നിധാനം, സൗരയൂഥത്തിൻ്റെ സന്നിധാനം എന്ന് പറയുന്നത് സൂര്യനാണെങ്കിൽ നമ്മുടെ സന്നിധാനവും എന്തായിരിക്കാം? പ്രകാശിക്കേണ്ട ഒന്നാണത്. പ്രകാശം പരത്തേണ്ട ഒന്നാണ് സന്നിധാനം. പ്രകാശം പരത്തേണ്ട ഒന്നാണ്. പിടികിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ ഗാലക്സിക്കൊരു സന്നിധാനം ഉണ്ടാവില്ലേ? ഗാലക്സി ഒരു സന്നിധാനം ഉണ്ടാവില്ലേ? അതായത് ഒട്ടനവധി സൗരയൂഥങ്ങൾ ചുറ്റുന്ന ഒരു കേന്ദ്രത്തിന് ചുറ്റും. അതൊരു സൂര്യന്മാരുടെ സൂര്യനാണ്. അതാണ് അവരുടെ ഗാലക്സിയുടെ സന്നിധാനം. അങ്ങനെയാണ് പ്രപഞ്ചത്തിനോ? ഈ പ്രപഞ്ചം മുഴുവൻ, അതായത് ഈ ഗാലക്സികൾ മുഴുവൻ ഏതോ ഒരു കേന്ദ്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു സന്നിധാനം ഇല്ലേ? പ്രപഞ്ചം മൊത്തം നമ്മൾ ഉൾപ്പെടെ അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു സന്നിധാനം ഇല്ലേ? ആ സന്നിധാനത്തിൻ്റെ പേരെന്താ? തിരുസന്നിധാനം. ഈ തിരുസന്നിധാനവും നമ്മുടെ സന്നിധാനവും തമ്മിൽ ഒന്ന് ലിങ്ക് ചെയ്യാൻ നോക്കുക. അതായത് നമ്മളുടെ ചിന്തകളുടെ ഒഴുക്ക് പ്രപഞ്ച കേന്ദ്രത്തിൽ എത്തിച്ചേരാനാണ്. പ്രപഞ്ച കേന്ദ്രം തിരുസന്നിധാനത്തിൽ എത്തിച്ചേരാനാണ് നമ്മുടെ ചിന്തകൾ മുഴുവൻ. അപ്പം നമ്മൾ അങ്ങോട്ട് ചിന്തകളെ തിരിച്ചു വിട്ടാലോ എളുപ്പത്തിൽ എത്തിപ്പെടില്ലേ?
ഒരു പുഴയുടെ ഒഴുക്ക് എന്തിനാണ്? കടലിൽ എത്തിച്ചേരാനാണ്. നമ്മുടെ ചിന്തകളുടെ ഒഴുക്ക് സത്യം തേടിയുള്ള യാത്രയാണ്, സത്യത്തിൽ എത്തിച്ചേരാനാണ്. അതാണ് ആ കേന്ദ്രം, തിരുസന്നിധാനം എന്ന് പറയുന്നത്. പ്രപഞ്ച കേന്ദ്രമാണത്. അതുമായിട്ടുകൂടി ലിങ്ക് കിട്ടിയ പിന്നെ ജീവിതം സഫലമായി എന്നർത്ഥം. ഇതിനെയാണ് ബ്രഹ്മം എന്ന് പണ്ടുള്ളവർ വിളിച്ചത്, ഈശ്വരൻ എന്ന് വിളിച്ചത്, പല പേരുകളിൽ വിളിച്ചത് ഈ സാധനത്തിനെയാണ്. അപ്പോൾ ധ്യാനം അതും കൂടി കൂട്ടിക്കോ. അടുത്ത ഇനി മുതൽ ഇന്ന് ഹോംവർക്കിൽ സന്നിധാനത്തിൽ പോകാനുള്ള 8 ക്ലാസ്സായി. 8 8 56 ദിവസമായി അല്ലേ? 56 ദിവസമായി. ഇനി പതുക്കെ അടുത്തിലേക്ക് കയറിക്കണം. ഇന്ന് നിന്നുകൊണ്ടുള്ള എക്സർസൈസിന് സ്റ്റാർട്ട് ചെയ്യും. രണ്ടും അഡ്വാൻസ് ചെയ്യാണ്. നിന്നുകൊണ്ടുള്ള എക്സർസൈസ് അത് ആലാഴി മദനത്തിൻ്റെ സ്റ്റെപ്പാണ്. മറ്റത് വിയർക്കുന്നില്ലായിരുന്നില്ലേ? ശംഖുലി ചെയ്തിട്ട് വിയർക്കുന്നില്ലേ? ശംഖുലി സൂക്ഷ്മ ശരീരത്തിൻ്റെ അന്നമാണ്, സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭക്ഷണമാണ് ശംഖുലി. അതിന് ഭക്ഷണം കിട്ടിയാലേ നിങ്ങൾക്ക് തിരുസന്നിധാനത്തിൽ എത്താൻ പറ്റൂ. തിരുസന്നിധാനത്തിൽ ചിന്തകൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വിശക്കിന് വേണ്ട കൊടുക്കണ്ടേ? അപ്പം ശംഖുലി ചെയ്തു കൊള്ളണം. എക്സർസൈസ് അടുത്ത സ്റ്റേജിലേക്ക് കയറി. കംപ്ലീറ്റ് ചിന്തകൾ കൺഫ്യൂഷൻ, അത് ഇത് ചിന്തകളുടെ ഒഴുക്ക് പ്രപഞ്ച കേന്ദ്രത്തിൽ എത്തിച്ചേരാനായാണ്. അതായത് തിരുസന്നിധാനത്തിൽ പോയി ചേരണം. നമ്മുടെ ശരീരം അല്ല പോയി ചേരണ്ടേ, സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു ഭാഗമായ മനസ്സിൻ്റെ ചിന്തകൾ. മനസ്സിന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയുടെ സഹായം കൂടി വേണം, അകമ്പടി വേണം. ബുദ്ധിയുടെ അകമ്പടിയുള്ള ഒരു മനസ്സിന് മാത്രമേ തിരുസന്നിധാനത്തിൽ എത്താൻ പറ്റില്ല. നമ്മൾ ബുദ്ധിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ആളിൻ്റെ പേരെന്താണ്? അപ്പോഴാരാകും നമ്മൾ സന്നിധാനവും ബുദ്ധിയും മനസ്സും കൂടി ചേർന്ന മനുഷ്യരായി. പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? തെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ആരായി? ഡിവൈനായില്ല. അവിടെ പോയി ചേർന്നാലേ ഡിവൈനാകുള്ളൂ. ഇപ്പം ഡിവൈനായിട്ടില്ല, പിന്നെ ആരാകും? പട്ടാഭിഷേകം ചെയ്യപ്പെട്ടു. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം നമ്മളുടെ കയ്യിൽ വന്നു, അപ്പോഴേ വരുള്ളൂ. നമ്മുടെ ശരീരം ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിലെ പ്രജകളാണ് ഓരോ കോശങ്ങളും, നാട്ടുരാജ്യങ്ങളാണ് ഓരോ അവയവങ്ങളും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം ഇന്ന് നമ്മുടെ കയ്യിലില്ല, മനസ്സിൻ്റെ കയ്യിലാണ് കിടക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടാഭിഷേകം ചെയ്തിട്ടില്ല. ഇത് ചെയ്തു വരുമ്പോൾ നമ്മൾ പട്ടാഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യരായി ഉയരും. അതിനുശേഷം നമുക്ക് യാത്ര തുടരാം. യാത്ര തുടർന്ന് നേരെ കേന്ദ്രത്തിലേക്ക് പോയിക്കോളുക. വേറെ ആരെങ്കിലും പോകണ്ട, നേരെ പോകാം. ഇക്കോളജി വളരെ വ്യക്തമായി കാര്യം പഠിപ്പിച്ചു തരും അല്ലേ? കുറേ പഠിച്ചില്ലേ? ഇക്കോളജിയുടെ കുറേ സാധനങ്ങൾ പഠിച്ചില്ലേ? ഇതെല്ലാം ഒരൊറ്റ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ശരീരമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ഒരു ജീവിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പരസ്പര ബന്ധിതമാണ് എല്ലാം. അതല്ല എനിക്കങ്ങനെ ഇങ്ങനെ രൂപങ്ങളൊന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ നേരെ പൊയ്ക്കോണം. നേരെ പോകാൻ പ്രാക്ടീസ് ചെയ്ത് അത് വാങ്ങിയെടുക്കണം. ലിങ്ക് വരണം, ഈശ്വരനുമായിട്ടുള്ള ലിങ്ക് വരണം. ഓക്കെ, പിടികിട്ടിയല്ലോ. ഒരു രോഗം കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലേ? ഇനി എഴുതാവോ? ഇനി ഒരു BP പേഷ്യൻ്റ് വന്നാൽ എഴുതി കൊടുത്തൂടെ? എഴുതി കൊടുക്കുക. ഇതെല്ലാം അങ്ങോട്ട് എഴുതണം. ഫ്രഷ് കുക്കുംബർ ജ്യൂസ് എഴുതണം. അതിനകത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെറുളയില കൂട്ടി ചേർത്തേക്കണം.
ഇനി പ്രഷറിന് കുടിവെള്ളത്തിനകത്ത് എഴുതാൻ പേരിട്ടേക്കണം, ഇതെല്ലാം ഇട്ടേക്കുക. പിന്നെന്താ ഇതിനകത്ത് എഴുതാനുള്ളത്? എന്താ? കാൽസ്യവും മെഗ്നീഷ്യവും ഒന്ന് എഴുതി കൊടുക്കണം. കാൽസ്യം മെഗ്നീഷ്യം എഴുതി കൊടുക്കണം. രണ്ടാമത് എന്താ എഴുതുക? സന്നിധാന ധ്യാനം ചെയ്യണം എന്ന് എഴുതി കൊടുക്കുക. കൽക്കേരിയ ഫോസും മെഗ്നീഷ്യം ഫോസും. കൽക്കേരിയ നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ ബോർഡ് വെക്കാം, അപ്പം അത് എഴുതിത്തരാം. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൂടി മനസ്സിലാക്കിയാൽ എളുപ്പം. കൽക്കേരിയ ഫോസും മെഗ്നീഷ്യം ഫോസും കൊടുക്കുക, സന്നിധാന ധ്യാനം ചെയ്യുക. 5 ഗുളിക വീതം 3 നേരം. ആദ്യം ഗുളികയാണ്, ചെറിയ ഗുളികയാണ്. ജർമ്മൻ വാങ്ങണം. ഇത് ജർമ്മൻ. കൽക്കേരിയ ഫോസ് 6X 6X ജർമ്മൻ, 5 വീതം 3 നേരം. മെഗ്നീഷ്യം ഫോസ് 6X ജർമ്മൻ. പിടികിട്ടിയല്ലോ. ഇനി ഇത് ഹൈ പ്രഷറിൻ്റെ കാര്യമാണ്. അടുത്തതെന്താണ്? ലോ പ്രഷർ കിടക്കുന്നു. ലോ പ്രഷറിന് 2 കാരണം. ലോ പ്രഷർ ഏതെങ്കിലും ലോ പ്രഷറായിട്ട് വരും. പ്രഷറുണ്ട്, പക്ഷെ ലോയാണ്, ലോ പ്രഷറാണ്. ആ ലോ പ്രഷർ ഉണ്ടാകാൻ കാരണം 2. ഒന്നുകിൽ രക്തക്കുറവ്. അപ്പോൾ അതിന് പ്രഷർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രക്തമുണ്ടാകാനുള്ള നടപടി എടുക്കണം. രക്തമുണ്ടാവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതിയെടുത്തു. രക്തമുണ്ടാവാൻ ഇത് ആർക്കും കൊടുക്കാവുന്ന സാധനമാണ്. രക്തക്കുറവുള്ള എല്ലാവർക്കും നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ അടിയിൽ എഴുതണം. ഇതിൻ്റെ ആ ഇടയിൽ ഗ്യാപ്പില്ലേ, അതിനകത്ത് എഴുതാനായിട്ട് ഗ്യാപ്പ് ഇട്ടിരിക്കണം. FERRUM ഫെറംഫോസ്. ഫെറംഫോസ് ഹോമിയോ മരുന്നാണ്. ഫെറംഫോസ് PHOS 6X. അതിന് ജർമ്മൻ വേണ്ട, ഇന്ത്യൻ മതി. ഫെറംഫോസ് 6X 5 ഗുളിക വീതം 3 നേരം. അത് ഹോമിയോ എന്ന് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന ചീട്ടും കൊണ്ട് ആയുർവേദ കടയിൽ ചെന്നിട്ട് ഫെറംഫോസ് ചോദിക്കും. ഹോമിയോ എന്ന് ബ്രാക്കറ്റ് എഴുതി കൊടുത്തിരിക്കും. ഫെറംഫോസ് രക്തമുണ്ടാകാനുള്ള ഒരു മരുന്ന്, അതാണ് ഒരു മരുന്ന്. ആയുർവേദത്തിലൊരു മരുന്നുണ്ട്, അശ്വഗന്ധ ചൂർണം. അശ്വഗന്ധ ചൂർണം നേരത്തെ പറഞ്ഞില്ലേ, ഷുഗറിന് വേണ്ടി പറഞ്ഞ അതേ സാധനം. അശ്വഗന്ധ ചൂർണം 1 സ്പൂൺ കാച്ചി കുടിക്കുക, 1 ഗ്ലാസ്. അത് തീരെ കുറവാണ്, 2 നേരം കുടിച്ചോളാൻ പറയും. 1 സ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ കാച്ചി 1 നേരം കുടിക്കുക. തീരെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ 2 നേരം ആക്കി. ഇനി ഇലകൾ ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അയൺ കണ്ടന്റ് ഉള്ള ഇലകളാണ് എടുക്കേണ്ടത്. ഇലകളിൽ കയ്യൂന്നി ഇല, കറിവേപ്പില, പുതിനയില, മല്ലിയില, 4 ഇലകളുണ്ട്. അയൺ കണ്ടന്റ് ഉള്ള 4 ഇലകളുണ്ട്. കയ്യൂന്നി ഇല, പുതിനയില, മല്ലിയില, കറിവേപ്പില. ഇതിൽ ഏറ്റവും ഗുണകരമായി കണ്ടിട്ടുള്ളത് കയ്യൂന്നി ഇല. അപ്പോൾ കയ്യൂന്നി ഇല ഒരു 15 എണ്ണം അരച്ച് കരിക്കിൻ വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ കുടിക്കാം. മറ്റുള്ള ഇലകളും ഇത് ചെയ്യാം. മല്ലിയില, പുതിനയില കടയിൽ നിന്നും വാങ്ങണത് മേടിക്കരുത്. കാരണം അത് കീടനാശിനി കളിച്ചതാവാം. അതുകൊണ്ട് കയ്യൂന്നി ഇലയ്ക്ക് ആരും കീടനാശിനി കളിക്കില്ല, അതുകൊണ്ട് അത് നിൽക്കാം. അപ്പോൾ ഇലകൾ 4 എണ്ണം. ആ നല്ലതാണ്. പക്ഷേ നമ്മളുണ്ട് യൂറിക് ആസിഡ് മാറാനായിട്ട് കുക്കുംബറുണ്ട്, മാറിക്കോളും. എനി ക്ലോറോഫിൽ, ഏത് ക്ലോറോഫിൽ, പച്ചയില, ടെൻഡർ, ഒരുപാട് കട്ടിയുള്ളതല്ല, വളരെ മയമുള്ള ഇലകൾ ഏത് കഴിച്ചാലും ശരി യൂറിക് ആസിഡ് കുറക്കും. പച്ചക്കറികളെല്ലാം യൂറിക് ആസിഡ് കുറക്കും. എല്ലാ പച്ചക്കറികളും യൂറിക് ആസിഡ് കുറക്കും. അപ്പോൾ അതായി. ഇനി പഴങ്ങൾ കരിക്കിൻ വെള്ളത്തിൽ അരച്ച് കലക്കി കുടിക്കുക, 1 നേരം കഴിച്ചാൽ. ഇനി ഒരുപാട് വേണമെന്നുണ്ടെങ്കിലോ 2 നേരം കൊടുത്തേക്കണം. അത് നമ്മളുടെ മനോധർമ്മമാണ്.
മനസ്സിലായില്ലേ? അതും പറയാൻ പറ്റില്ല. ഇനി എപ്പോഴും ചോദിക്കുന്ന എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, ഇത് എത്ര ദിവസം കഴിക്കണം? ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി എത്ര ദിവസം കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഒരു 40 ദിവസം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക, പറയുക. ഒരു 10-40 ദിവസമെങ്കിലും കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഏത് രക്തക്കുറവാണോ? BP കുറവാണ്. രക്തമോ? ഇപ്പം രക്തം ഉണ്ടാകാൻ കൊടുക്കുക, 2 പേർക്കും കൊടുത്തോളുക കേട്ടോ. BP കൂടാനായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, കാൽസ്യം മഗ്നീഷ്യം കൊടുക്കാം. ഏത് കാര്യമില്ല, അതിനകത്ത് അയൺ ഉണ്ടെന്ന് അറിയില്ല. ചക്കരയിൽ അയണുണ്ട്, ചക്കരയിൽ അയണുണ്ട്. ഇനി അയണുള്ള പഴങ്ങൾ ഏതാണെന്ന് അറിഞ്ഞോളൂ. അയണുള്ള പഴങ്ങൾ, അതായത് മാതളം അയൺ കണ്ടന്റ് ഉള്ളതാണ്. ഈന്തപ്പഴം, ഉണക്കമുന്തിരിങ്ങ. അല്ലല്ല, ഉണക്ക കറുത്ത മുന്തിരിങ്ങ. വ്യത്യാസമുണ്ട്. പച്ചമുന്തിരി കഴിക്കുമ്പോൾ ഇതൊന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ മോതിരമുണ്ട്, ആവശ്യത്തിന് തിന്നാലോ. അപ്പോൾ പഴങ്ങൾ ഏതൊക്കെയാണെന്ന് അയൺ കണ്ടന്റ് ഉള്ളത് അറിയണം, ഇല ഏതൊക്കെയാണെന്ന് അറിയണം. മരുന്നുകളിൽ ഫെറസ് അയൺ കണ്ടന്റ് ഉള്ളത് ഫെറംബോസിലുണ്ട്, അശ്വഗന്ധ ചൂർണം. ഇത്രയും കൊടുക്കാം. പക്ഷേ ചമ്മന്തി അരച്ച് കഴിക്കാം. ചമ്മന്തി അരച്ച് കഴിച്ചാൽ അത് ദഹിച്ച് പിടിക്കണം, ഇല്ലേ? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രസം ഏതാണ്? മധുരം. അപ്പം മധുരത്തിൽ കൊടുക്കണമെങ്കിൽ മരുന്ന് വേഗം എടുക്കും. ഏതിൽ കൊടുക്കണം? ഇനി അതിനേക്കാളും സ്പീഡിൽ എടുപ്പിക്കണമെന്നുണ്ടെങ്കിലോ സ്പിരിറ്റിൽ കൊടുത്താൽ മതി. ആ സ്പിരിറ്റ് അതായത് നമ്മൾ ഇത് മദർ ടിഞ്ചർ ഉണ്ടാക്കിയാൽ മതി. ഹോമിയോയുടെ മദർ ടിഞ്ചർ ഉണ്ടാക്കാം, അവരവർക്ക് തന്നെ ഉണ്ടാക്കാം. കുറച്ച് സ്പിരിറ്റ് വാങ്ങിയിട്ട് കുറേ കയ്യുന്നിയുടെ ഇല ശേഖരിച്ച് അത് മുങ്ങിക്കിടക്കണ വിധം സ്പിരിറ്റ് ഒഴിച്ച് അവിടെ വയ്ക്കുക. 15 ദിവസം കഴിയുമ്പോൾ അരിച്ചെടുത്ത് കുടിച്ചാൽ മതി. 15 തുള്ളി വീതം കുടിക്കാമെങ്കിൽ വേഗമെടുക്കും ശരീരം. സ്പിരിറ്റ് വേഗമെടുക്കും, മധുരം അതിനേക്കാളും കുറച്ച് സ്ലോയിലെടുക്കും. പച്ചവെള്ളത്തിലായാലോ ചമ്മന്തിയിലായാലോ ദഹിച്ച് പിടിച്ച് സമയങ്ങൾ. അപ്പം നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് കരിക്കും വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ കൊടുക്കാം. കരിക്കും വെള്ളത്തിൽ കൊടുത്താൽ തേങ്ങാ വെള്ളത്തിൽ കൊടുക്കുന്നതിനേക്കാളും വേഗത്തിലെടുക്കും. എന്താ കാര്യം? കരിക്കിനൊരു ഗ്യാസും കൂടിയുണ്ട്, ഇല്ലേ? ആ ഗ്യാസ് കൂടുതൽ വേഗത്തിൽ ശരീരം അബ്സോർവ് ചെയ്യും. നിങ്ങൾ വെയിൽ വിഷമിച്ചിങ്ങനെ വരിക, ദാഹിച്ച് ഒരു ശകലം കരിക്കും വെള്ളം എടുത്ത് കുടിച്ച് അപ്പം ത്വക്കിൻ്റെ പുറത്ത് വരും. അത് നിമിഷങ്ങൾക്കകം വെള്ളം പുറത്ത് വരും എന്ന് പറഞ്ഞാൽ ശരീരമാസകലം അത് എത്തിച്ചു, ആ ഗ്ലൂക്കോസ് എത്തും. അപ്പം അതാണ് അതിൻ്റെ കാര്യം. കൊടുക്കാം. ഇനി ഇപ്പം പിടി കിട്ടിയല്ലോ, ഇത് കൊടുക്കാം. പിന്നെ ലോ പ്രഷറാണ്. ലോ പ്രഷറാണെങ്കിൽ ഇത് രക്തക്കുറവ് കൊണ്ട് വരികയാണെങ്കിൽ ഇത് ചെയ്യാണ്. രക്തം ഉണ്ടാകുന്നത് എവിടെയാണ്? ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നത് എവിടെയാണ്? മജ്ജയിലാണ്. മജ്ജയിൽ, അതായത് കൈകൾക്ക് 2 നീളമുള്ള എല്ലുണ്ട്. ഈ കൈക്കും ഉണ്ട് 4 എല്ലുകൾ നീളമുള്ളതുണ്ട്. കാലുകൾക്കും 4 എല്ലുകൾ നീളമുള്ളതുണ്ട്. ഈ എല്ലാ എല്ലുകളുടെയും 2 അറ്റങ്ങളിലുമാണ് ചുവന്ന രക്താണുക്കളെ ജനിപ്പിക്കുന്ന പ്രസവിക്കുന്ന ഇടം. മജ്ജയിലാണത്, മജ്ജയിൽ. ആ മജ്ജയിൽ അസിഡിറ്റി ഉണ്ടെങ്കിലോ ചുവന്ന രക്താണുക്കൾ ഉണ്ടാവില്ല. മജ്ജയുടെ അസിഡിറ്റി മാറ്റാൻ എന്ത് കൂടി ചെയ്യേണ്ടി വരും? രക്തത്തിൻ്റെ അസിഡിറ്റി മാറ്റാൻ കുക്കുംബർ, മജ്ജയുടെ അവോക്കാഡോ. ഇപ്പം രക്തം ഉണ്ടാകേണ്ടവർക്ക് അവോക്കാഡോ കൂടി കൊടുക്കണം. അനീമിയ, അതായത് വിളർച്ച വന്നവർക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള സാധനമാണ് അനീമിയ. ഇനി വേറൊന്ന്, രക്തമുണ്ട് പക്ഷേ എല്ലായിടത്തും എത്തിക്കിട്ടണില്ല.
പ്രഷറില്ല. ആരായി പ്രഷർ കൊടുക്കണ്ടേ? ഹാർട്ടിൻ്റെ മസിലാണ്. ഹാർട്ടിൻ്റെ മസിലിന് കരുത്ത് കൊടുക്കാനായിട്ട് കാൽസ്യം മഗ്നീഷ്യം കൊടുത്താൽ മതി. കാൽസ്യം മഗ്നീഷ്യം കൊടുക്കുമ്പോൾ എന്തുകൂടി കൊടുക്കണം? എള്ളും കൂടി കൊടുക്കണം. 1 സ്പൂൺ എള്ളും കൂടി കൊടുക്കണം. എന്തിന്? കാൽസ്യത്തെ ശരീരം വേഗത്തിൽ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് എള്ളും കൂടി കൊടുക്കണം. എള്ളുണ്ട പോരാ, എള്ളുണ്ട മൊരിച്ചില്ലേ, നമ്മൾ മലർത്തില്ലേ, മലരുമ്പോൾ അതിനകത്ത് ആ ഓയിൽ പോയി, ഓയിലില്ല, എള്ളായിട്ട് തന്നെ ചതച്ചു കൊടുക്കുക, എള്ളും കൂടി കൊടുക്കുക. പ്രശ്നമില്ല, കഴിക്കാം. 1 സ്പൂണൊക്കെ കഴിച്ചോ, കുഴപ്പമില്ല. എണ്ണ ചൂടാകാത്ത എണ്ണ ലിവറ് ദഹിപ്പിക്കും. ചൂടായ എണ്ണ, പപ്പടം വറുത്താൽ അതിൽ നിന്ന് വരുന്ന 6 തുള്ളി എണ്ണ ദഹിപ്പിക്കില്ല. ഒരു പപ്പടം കഴിച്ചിട്ടുണ്ടെങ്കിൽ 6 തുള്ളി എണ്ണയും കൂടി കഴിക്കുന്നുണ്ട്, അത് ദഹിപ്പിക്കില്ല. കാര്യം എന്താണ്? എണ്ണ കിടന്ന് തിളച്ച എണ്ണയിലാണ് പപ്പടം കാച്ചിയത്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ പപ്പടം കഴിക്കരുത്. ഒരു പപ്പടം അല്ലേ കഴിച്ചോളെന്നാണ് പ്രധാനം. പക്ഷെ അതിൻ്റെ 6 തുള്ളിയും കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് പോകും. അതേസമയം നിങ്ങൾ ആ 10 തുള്ളി വെറും വെളിച്ചെണ്ണ സ്പൂണിൽ കുടിച്ചേ, അത് ദഹിച്ചങ്ങും മാറും. ദഹിപ്പിക്കാൻ ശരീരത്തിന് അറിയാം. ഇനി ഈ ഹാർട്ടിൻ്റെ മസില് കാൽസ്യം മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് ബലം പോകും, അല്ലാതെയും ബലം പോകും. വിഷമങ്ങളെ ഉള്ളിൽ ഒതുക്കുന്ന പ്രകൃതക്കാരിൽ ഹാർട്ടിൻ്റെ മസില് ഈ കാര്യം. വിഷമങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? കരയണം. കരയുന്നത് നാണക്കേടാണെന്ന് വിചാരിക്കരുത്. സങ്കടം വന്നാൽ കരയുന്നത് മനുഷ്യൻ്റെ ലക്ഷണമാണ്, കരയാതിരിക്കുന്നത് കല്ലിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് സങ്കടം വന്നാൽ പബ്ലിക്കായിട്ടാണെങ്കിലും കരഞ്ഞുകൊള്ളണം, അല്ലെങ്കിൽ അത് ഹാർട്ടിൻ്റെ മസിൽ വീക്കാക്കി കളയും. ചിലപ്പോൾ വീക്കാക്കി കളയും, ചിലപ്പോൾ സ്റ്റിഫാക്കി കളയും. ഒന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ കീഴടങ്ങി കൊടുക്കും. ഈ രണ്ടിലേതെങ്കിലും നടക്കും. പക്ഷേ സിമ്പിളല്ലേ സാധനം. ഇത് കുറച്ച് നേരം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പ്രാക്ടീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള എല്ലാവർക്കും വന്നിരുന്ന് പഠിക്കാം, എന്നിട്ട് പഠിക്കാം. എന്നിട്ട് അന്നത്തെ ദിവസം, ഞാൻ ഇരിക്കുന്ന ദിവസം വന്നാൽ നിങ്ങൾക്ക് കാണാം ഓരോ പേഷ്യൻ്റ് എന്താ പറയണേ, എന്താ നമ്മൾ കുറിക്കണേ. കുറിച്ച് കഴിയുമ്പോൾ ചിലർ ചോദിക്കും, അതെന്തിനാ അത് കുറിച്ച സാറ്? അപ്പോൾ ക്ലാരിറ്റി ആകും. അപ്പോഴാണ് ക്ലാരിറ്റി ആകുക. ഞാൻ എന്തെങ്കിലും വേറെ ഉദ്ദേശത്തിലായിരിക്കും എഴുതുന്നത്. അത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിൻ്റെ ബേസിക് റീസൺസ് മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രാക്ടീസാണ്. പ്രാക്ടീസ് നിരന്തരം. ഒരു 10 രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രഷർ രോഗികളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു, അനീമിക് ആയിട്ടുള്ള രോഗികളെ കൈകാര്യം ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു.